മുരളീധരൻ കടുങ്ങല്ലൂർ ശ്രീ വിദേശകാര്യ ശ്രീ മുരളീധരൻ കടുങ്ങല്ലൂർ ഇവിടെ ഇന്ത്യ ആക്രമിച്ച ഇന്ത്യയുടെ പക്കൽ വാർത്താ സമ്മേളനത്തിൽ 21 ലക്ഷ്യകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. 21 ലക്ഷ്യകേന്ദ്രങ്ങളിൽ 9 ഒഴിച്ച് ബാക്കിയുള്ളതിന് ഒഴിവാക്കിയത് അതിന് പക്ഷേ കൊളാട്രൽ ഡാമേജിന് വഴിവെച്ചേക്കാം, ഒരുപക്ഷെ സാധാരണക്കാർ കൊല്ലപ്പെട്ടേക്കാം എന്നതുകൊണ്ടാണ്. ഇന്ത്യയുടെ ഒരു വിശാല മനസ്സുകൊണ്ടാണ് 9 ഭീകരവാദ കേന്ദ്രങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. 9 എടുത്തതിൽ തന്നെ ഈ പറയുന്ന മുറിഡ്ക അടക്കം, ഈ പറയുന്ന ബഹൽപൂർ അടക്കം, ഈ പറയുന്ന ഓരോരോ സ്ഥലങ്ങളും അവിടെ എത്ര ടെറർ കേന്ദ്രങ്ങളുണ്ട്, അതിൻ്റെ ക്യാമ്പ് തലവൻ ആരാണ്, അവിടെ നടക്കുന്ന പ്രത്യേക പരിശീലനം എന്തൊക്കെയാണ്, ഈ പറഞ്ഞ ചാവേർ പരിശീലനം നടത്തുന്നത് എവിടെയാണ്, ജംഗിൾ വാർഫെയർ പഠിപ്പിക്കുന്നത് എവിടെയാണ്, അൾട്ടിമേറ്റ് ഏറ്റവും ഒടുവിൽ 15 പേർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഭീകരവാദി ആക്രമണം നടത്തുന്നതിന് മുൻപ് 15 ഭീകരവാദികൾക്ക് ഒരേ സമയം പരിശീലനം കൊടുക്കാൻ പറ്റിയ സ്ഥലം ഏതാണ് തുടങ്ങിയ അടിമുടി ടു ഇസഡ് ആയിട്ടുള്ള സകല ഡീറ്റെയിൽസും നമ്മുടെ പക്കൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അടിച്ചത്. അതിലുള്ള തെളിവുകൾ, ദൃശ്യപരമായ തെളിവടക്കം നമ്മുടെ പക്കലുണ്ട് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ. അതോടുകൂടി പാകിസ്ഥാൻ അസ്തപ്രജ്ഞനായി നിൽക്കുകയാവില്ലേ പോസിബിൾ? അതോ ഇനിയും ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ചെറുത്തുനിൽപ്പിന് അവർ വരാൻ ധൈര്യപ്പെടുമെന്ന് കരുതാമോ ശ്രീ മുരളീധരൻ നായർ കടുങ്ങല്ലൂർ? ആദ്യം മിസ്റ്റർ ഹാഷ്മി പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമുക്ക് ഈ ടെററിസ്റ്റ് ക്യാമ്പുകളെ കുറിച്ച് അത് ഇന്നല്ല, ആദ്യമേ മുതൽ നമ്മളുടെ കയ്യിൽ എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു. ഈവൻ ഓരോ ക്യാമ്പിലും ഓരോ സ്ഥലത്തും പുതിയ കൺസ്ട്രക്ഷൻസ് വരുമ്പോഴും അവിടെ എത്ര പേര് ട്രെയിനിങ്ങിലുണ്ട്, എത്ര പേര് ട്രാൻസിറ്റിലുണ്ട്, എത്ര പേര് ട്രെയിനിങ് എടുക്കുന്നു, ഇങ്ങനെയുള്ള എല്ലാ വിശദമായ വിവരങ്ങളും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയുടെ പക്കത്ത് അതാത് സമയങ്ങളിൽ ചിലപ്പോൾ പോരായ്മകൾ ഉണ്ടാകാം, അത് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതുകൊണ്ടാണ് ഏത് ക്യാമ്പിൽ ഏത് സ്ഥലത്ത് എത്ര ശക്തമായ ബോംബിടണം, എത്ര അളന്ന് കുറിച്ച പോലെയാണ് നമ്മൾ ഓരോന്നും പ്രിസിഷൻ ബോംബിംഗ് നടത്തുന്നതിൽ നമ്മൾ വിജയിച്ചത്. അതിൽ നമ്മളുടെ ഏജൻസികളെയും നമ്മൾ അഭിനന്ദിച്ചേ മതിയാവൂ. രണ്ടാമത് കാശ്മീർ ചോദിച്ചത് പാകിസ്ഥാൻ അസ്തപ്രജ്ഞരായി, ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത് കറക്റ്റാണെന്ന് തോന്നുന്നു, അത് നിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നുണയന്മാരുടെ, ഞാൻ പാകിസ്ഥാനികളുമായിട്ട് വിദേശത്ത് വെച്ച് വളരെയധികം അടുത്തിടപെടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്തെല്ലാം ഇത്രയധികം നുണ പറയുന്ന ഒരു ജനതയെ, ഒഫീഷ്യൽസിനെ അടക്കം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ്. നല്ല ആൾക്കാരില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒഫീഷ്യൽസിന് അവർക്കൊരു അജണ്ട ഉണ്ട്. അത് ഇന്ത്യയെ വെറുക്കുക എന്നുള്ളത് മാത്രമാണ്. ദുരാഷ്ട്രവാദം ഇത്ര വർഷത്തിന് ശേഷം, 75 വർഷത്തിന് ശേഷം ജനറൽ അസീം മുനീർ പറഞ്ഞത് കേട്ടില്ലേ? ദുരാഷ്ട്രവാദം മക്കളോടും പറയണം എന്ന് പറഞ്ഞത് ഇന്ത്യൻ ജനതയ്ക്ക് കൂടി, ഇന്ത്യയിലെ മൈനോറിറ്റീസിനോട് കൂടിയുള്ളൊരു അവരെ പ്രോത്സാഹിപ്പിക്കലായിരുന്നു. ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഇവിടുത്തെ മെജോറിറ്റിയുടെ ഒപ്പം കഴിയുകയില്ല, ഇവിടെ പ്രശ്നങ്ങളാണ് എന്നുള്ള രീതിയിലെല്ലാം അങ്ങനെ അവർ എന്തിനേയും മതത്തിന്റെ രീതിയിൽ നോക്കി കാണുന്ന ഒരു ജനതയാണ്. അത് അസീം മുനീർ പ്രത്യേകിച്ചും, അദ്ദേഹം ഹഫീസെ ഖുറാൻ എന്നുള്ള ഒരു ടൈറ്റിലിന്റെ ഹോൾഡറാണ്. ഖുറാൻ കാണാപ്പാഠം പഠിച്ചിട്ട് അദ്ദേഹത്തിന് എല്ലാം ആ ഒരു ജിഹാദി ആംഗിളിലൂടെ അല്ലെങ്കിൽ മതത്തിന്റെ ഒരു ആംഗിളിലൂടെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അല്ല ഒരു നല്ല മുസ്ലിം ചീഫ് ആവാൻ കഴിയില്ലോ ശ്രീ മുരളീധരൻ കടുങ്ങല്ലൂർ. അല്ലാതെ അയാൾക്ക് ഈ പറയുന്ന രീതിയിൽ ISIയുടെ ചീഫ് ആവാൻ കഴിയില്ല. അയാൾ അങ്ങേയറ്റം വെറി പിടിച്ച ആളാണ്. അയാൾ ഒന്നാം തരം വർഗീയവാദിയാണ്. അയാളുടെ തലച്ചോറുള്ളത് ഇന്ത്യ വിരുദ്ധത മാത്രമാണ്. അയാൾ പാക് പട്ടാളത്തിൻ്റെ മേധാവിയായിരിക്കും എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ അഡീഷണൽ ഗതികേട്. ശ്രീ മുരളീധരൻ നായർ കടുങ്ങല്ലൂർ, പക്ഷേ അസീം മുനീർ ഇപ്പോൾ എവിടെയാണ്? അസീം മുനീർ പഹൽഗാം ആക്രമണത്തിന് ശേഷം അയാളെ കണ്ടവരില്ല. അയാൾ എവിടെയാണെന്ന് അറിയില്ല. അയാളുടെ കുടുംബത്തെ അയാൾ വളരെ സേഫായി വിദേശത്തേക്ക് എവിടെ US-ലോ UK എങ്ങോട്ടോ കടത്തിയിട്ടുണ്ട്. അസീം മുനീർ എവിടെയാണെന്ന് ആരോടാണ് ചോദിക്കുക ശ്രീ മുരളീധരൻ നായർ കടുങ്ങല്ലൂർ? ആരാണ് എവിടെയാണെന്ന് ആരോടും ചോദിക്കാൻ കഴിയുകയില്ല. കാരണം അസീം മുനീറാണ് അവിടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് അയാൾക്ക് എവിടെ പോകണം, എവിടെ ഇരിക്കണം എന്നുള്ള വിവരങ്ങളൊന്നും അറിയില്ല. അയാൾ സുരക്ഷിതനായി ഒരുപക്ഷെ ഇരിക്കുന്നുണ്ടാവാം. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, അസീം മുനീറിനെതിരെ അവിടുത്തെ ആർമിയിൽ വളരെ അധികം എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സ് ആയാലും അദ്ദേഹത്തിന്റെ ആ സർവീസിലെ കോമ്പറ്റീറ്റേഴ്സ് ആയാലും അദ്ദേഹത്തെ എതിർത്തിരുന്നു, അദ്ദേഹത്തെ വെറുത്തിരുന്നു എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന് ആർമിയുടെ പുറത്ത് ഒരു ഗ്രിപ്പേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. നോർമലി ആർമി ചീഫ് വിചാരിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് തുള്ളാനും ചാടാനും തയ്യാറാവുന്ന ഒരു രാജ്യത്ത് ഇദ്ദേഹത്തിന് അവസരം കിട്ടുമ്പോഴെല്ലാം പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഭയം കൊണ്ടാണ് അവർ മുന്നോട്ട് വരാതിരുന്നത്. അദ്ദേഹം സുരക്ഷിതനായി ഒരുപക്ഷെ ഇരിക്കുന്നുണ്ടാവാം. പക്ഷെ വലിയൊരു നാണക്കേടാണ് പാകിസ്ഥാൻ ആർമിക്ക് തന്നെ
ഇങ്ങനെ ഒരു ജനറൽ ഒരു പേൽഗാം ആക്രമണം തുടങ്ങിയതിന് ശേഷം അണ്ടർഗ്രൗണ്ടിൽ പോകുന്നത്. അദ്ദേഹം ഇനി നാട്ടിലുണ്ടോ, വേറെ രക്ഷപ്പെട്ടോ, അദ്ദേഹത്തിൽ നിന്നും അധികാരം ബാക്കിയുള്ളവർ പിടിച്ചു വാങ്ങിയ എന്നും നമുക്കറിയില്ല. കാരണം ISI ചീഫും അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്നു എന്നെല്ലാമാണ് നമുക്ക് ഇപ്പോഴത്തെ പുതിയ അസീം മല്ലിക് അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്നു എന്നെല്ലാം പറയുന്നു. ഏതായാലും ജനങ്ങളാൽ വെറുക്കപ്പെട്ട ഒരു സാധാരണഗതിയിൽ ആർമി, അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഭരിച്ച് ആ നാട് കട്ടുമുടിച്ചു കഴിയുമ്പോൾ ജനങ്ങൾക്ക് ഏക അഭയം, അവരുടെ ആശ്രയം ആർമിയാണ് എന്ന രീതിയിൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെയാണ് ആർമി പലപ്പോഴും അധികാരം പിടിച്ചടക്കാറും ഉള്ളത്. പക്ഷെ കഴിഞ്ഞ ആർമി ചീഫ് മുതൽ അവർക്ക് ചെയ്യാനുള്ളത് സിവിലിയൻ ഭരണകൂടത്തെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ട് അവർക്ക് നേടാനുള്ളതെല്ലാം അവർ നേടിക്കൊണ്ടിരുന്നു. അവരുടെ ബജറ്റ്, അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ ബിസിനസ് നടത്താനുള്ള സൗകര്യങ്ങൾ, കൃഷി നടത്താനുള്ള സൗകര്യങ്ങൾ, ഇൻഡസ് നദിയിൽ നിന്നും സിന്ധു നദിയിൽ നിന്നും വെള്ളം അവർ ഡെവലപ്പ് ചെയ്യുന്ന വലിയൊരു കൃഷി ഭൂമിയിലേക്ക് അവർ ഡൈവേർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ വരെ അവർ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവരെ ചോദ്യം ചെയ്യാൻ അവിടുത്തെ സിവിലിയൻ ഭരണകൂടത്തിന് കഴിഞ്ഞിരുന്നില്ല. ജസ്റ്റിന് ഇവിടെ ഈ പറയുന്ന അസീം മുനീർ എന്ന് പറയുന്ന ആൾ കേവലം പട്ടാള മേധാവി മാത്രമല്ല, അയാൾ ഒരു യുദ്ധവെറിയൻ മാത്രമല്ല, അധികാര കൊതിയൻ കൂടിയാണ്. പർവേസ് മുഷാറഫിന്റെ വഴിയിൽ, കിയാനുടെ വഴിയിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഷഹബാസ് ഷെരീഫിൽ നിന്ന് കൈ കിട്ടിയാൽ ഇല്ല കാക്ക നെയ്യപ്പം തട്ടിപ്പറിക്കുന്ന പോലെ അധികാരം തട്ടിപ്പറിച്ച കസേരയിൽ കയറി ഇരിക്കാമോ എന്ന് കരുതുന്ന ആളാണ്. എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാണ്, വൃത്തികെട്ടവനാണ്. ശ്രീ ഡിന്നി, ഈ രാത്രി അല്ലെങ്കിൽ വരുന്ന 2-3 രാത്രികളിൽ രാജ്യം ജാഗ്രതയോടെ കാത്തിരിക്കേണ്ടത് ഏതൊക്കെ മേഖലകളിലാണ്? ഏറ്റവും കൂടുതൽ ജാഗ്രത എനിക്ക് തോന്നുന്നു നമ്മുടെ ബോർഡർ രാജ്യങ്ങൾ, സ്റ്റേറ്റ്സ്, അത് വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാൻഡ് ഓഫ് അറ്റാക്ക് പോലെ ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ശ്രീ ഹാഷ്മി. ഒന്നത്. രണ്ടാമതായിട്ട് അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ഭാരതത്തിനുള്ളിൽ എവിടെയെങ്കിലും ടെറർ ക്യാമ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഒന്നീ മിലിറ്ററി ഇൻസ്റ്റാളേഷൻസ് ആയിരിക്കും നമ്മുടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഹൈ വാല്യൂ ടാർഗറ്റ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ഓയിൽ റിഫൈനറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാളേഷൻസ്, ഹൈ പ്രൊഫൈലായിട്ടുള്ള ഇൻസ്റ്റാളേഷൻസിൻ്റെ വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാം. പക്ഷെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നമ്മളെ മെക്കാനിസം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊരു ഏതോ ഒരു ശത്രു രാജ്യത്തിന് നമ്മൾ ഒരിക്കലും പുച്ഛത്തോടെ അല്ലെങ്കിൽ അവരെ അങ്ങനത്തെ രീതിയിലല്ല നമ്മൾ സൈന്യവും കാണുന്നത്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാപ്പബിലിറ്റീസ് എന്താണോ അതിനെ അനാലിസിസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ അവർക്ക് വേണ്ടി തിരിച്ചടി കൊടുക്കുന്നുള്ള രീതിയിൽ. പ്രത്യേകിച്ച് ജനറൽ അസീം മുനീറിനെ പോലെ ഒരാളും, പ്രത്യേകിച്ച് ഇപ്പോൾ പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ അവസ്ഥയും കണ്ട് അവർ സത്യം പറഞ്ഞാൽ ഇപ്പം സൈന്യം ഏതാണോ ഭീകരവാദികൾ ഏതാണോ എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി ശ്രീ ഹാഷ്മി. ഇന്ന് നോക്കൂ, അവിടുത്തെ ചില വിഷ്വൽസ് ശ്രീ ഹാഷ്മി ശ്രദ്ധിച്ചാണ്. അതായത് ഈ ബഹവൽപൂറും മുരീദ് കെയിലൊക്കെ ഈ ഭീകരവാദികളെ വധിച്ച ഭീകരവാദികളുടെ ലാസ്റ്റ് റൈറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ലാസ്റ്റ് റൈറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പം യൂണിഫോം ഇട്ട പാകിസ്ഥാൻ സൈന്യം അവരെ കൂടെ നിന്ന് ഈ കാര്യം ചെയ്യാണ്. അപ്പോൾ സൈന്യം യൂണിഫോം ഇട്ട ഭീകരവാദികളാണോ അതോ ഭീകരവാദികൾ സൈന്യത്തിൻ്റെ ഭാഗമായിട്ട് ഭീകരവാദം ചെയ്യാവുന്ന ഒന്നും അറിയാത്ത രീതിയിലേക്ക് മാറി. അങ്ങനെ ഒരു തലവനാണ് ജനറൽ അസീം മുനീർ. സോ അവരെക്കുറിച്ച് നമുക്ക് ഒരു കാര്യവും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കാണുന്നത് 2-3 ദിവസം നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം, ഇന്നത്തെ രാത്രി പ്രത്യേകിച്ച്, ആൻഡ് വരും ദിവസങ്ങളിൽ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് നല്ല ബുദ്ധി ആരെങ്കിലും പറഞ്ഞു കൊടുത്ത്, അത് ഭീഷണിയായിട്ടായാലും ശരി, സ്നേഹത്തോടായാലും ശരി, എങ്ങനെ ആയാലും ശരി, ആ ബുദ്ധിനകത്ത് കയറുകയാണ്. ഇനി വേറൊരു കാര്യത്തിലേക്ക് അവർ ചെയ്തില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു സമാധാനം കാണും. നമുക്ക് എല്ലാവർക്കും അത് തന്നെയാണ് നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, പ്രഭാകരൻ പറയില്ല, ഇവിടെ നമ്മൾ വളരെ പ്രിസൈസായി, വളരെ ക്ലിനിക്കൽ ആയ പ്രിസിഷനോട് നമ്മളൊരു ആക്രമണം നടത്തുന്നു. അത് എന്തിനാണ് ആക്രമണം നടത്തിയത് നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. അത് നമുക്ക് ലോകത്തോട് പറയാൻ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഈ 9 കേന്ദ്രങ്ങൾ എന്തുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്തുവെന്നും സിവിലിയൻസിനെ എന്തുകൊണ്ട് നമ്മൾ ലക്ഷ്യം വെച്ചില്ല എന്നും, ഇനി ഞങ്ങൾക്ക് ഒരു തുടർ നടപടിക്ക് തൽക്കാലം താല്പര്യമില്ല, പക്ഷേ അടിച്ചാൽ അങ്ങോട്ട് ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് അവർ തുടങ്ങി വെച്ചത് നമ്മൾ തൽക്കാലം അവിടെ അവസാനിപ്പിക്കുകയാണ്. സോ ഫാർ സോ ഗുഡ്. ശ്രീ പ്രഭാകരൻ പറയില്ലേ, അതിനുശേഷം അമേരിക്ക ഇടപെടുന്നുണ്ട്, ചൈന അവരുടെ ദുഷ്ടബുദ്ധിയിലാണെങ്കിൽ കൂടി ഇടപെടുന്നുണ്ട്, UK പറയുന്നുണ്ട്, UN പറയുന്നുണ്ട്, ലോകരാഷ്ട്രങ്ങളൊക്കെ സമാധാനത്തിന് വേണ്ടി വാദിക്കുന്നു. ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസം നമ്മൾ എന്തായാലും നമ്മുടെ
നമ്മുടെ പ്രതികാരവാഞ്ച തൽക്കാലം തീർന്നിരിക്കുന്നു ശ്രീ പ്രഭാകരൻ പലേരി. ഇനി വരുന്നുള്ള ദിവസങ്ങളിൽ ഈ എസ്കലേഷൻ ആവാതിരിക്കാൻ ലോകരാഷ്ട്രങ്ങളുടെ ഒരു സമീപനം ഏത് രീതിയിലാണെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് ശ്രീ പ്രഭാകരൻ പലേരി? ലോക രാഷ്ട്രങ്ങളുടെ സമീപനം നമ്മളോടുള്ളത് നമ്മൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു. ലോകത്തിലെ ആർക്കും വലിയ കാര്യമായിട്ട് ഇന്ത്യയോട് യാതൊരു എതിർപ്പും ഇതിൽ ഞാൻ കാണുന്നില്ല. അത് 26/11 ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ ഇതൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഒന്നും നിർത്താൻ പാടില്ല. നമ്മുടെ ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. വളരെ കാലം അത് കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കത്തക്കണം, ജനങ്ങളും ഗവൺമെന്റും തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യയെ ശക്തിപ്പെടുത്തേണ്ടത്. കാരണം ഗവൺമെന്റിനെ സഹായിക്കേണ്ടതും ഗവൺമെന്റിന്റെ സപ്പോർട്ട് കൊടുക്കേണ്ടതും ജനങ്ങളാണ്. അപ്പൊ ഗവൺമെന്റിനെ എതിർക്കുന്ന ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് എല്ലാ രാജ്യത്തും ഉണ്ടാവും. ഗവൺമെന്റിനെ എടുക്കുന്ന ആളുകൾ അവരിത് മനസ്സിലാക്കിക്കൊണ്ട് ദേശീയ സുരക്ഷയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, മനുഷ്യന്റെ ജീവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഗവൺമെന്റിനെ നമ്മൾ സഹായിക്കുകയാണ് വേണ്ടത്. അങ്ങനെ സഹായിച്ചിട്ടില്ലെങ്കിൽ ഗവൺമെന്റിന് ആ സപ്പോർട്ട് കിട്ടില്ല. സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഗവൺമെന്റ് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇത് തുടർന്നു കൊണ്ട് പോകണം. അത് എത്ര കാലം പോകണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇത് ഒരിക്കലും നിർത്തിപ്പോകരുത്. എത്ര ലോകരാജ്യങ്ങൾ നമ്മൾക്ക് സഹായം തരുന്നില്ല, ലോകരാജ്യങ്ങൾ ആരൊക്കെയാണ് നമുക്ക് സപ്പോർട്ട് തരുന്നത്, അതിനനുസരിച്ച് നമ്മൾ ഇത് നിർത്താൻ പാടില്ല. അവർക്ക് അതിൽ കൂടുതലൊന്നും അഭിപ്രായം പറയാനല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ചൈനയെ പറ്റി എനിക്ക് വലിയ ഭയമൊന്നുമില്ല. ചൈനക്ക് വളരെ ചിന്തിച്ചിട്ട് തന്നെയാണ് ചൈന അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ചൈനക്ക് ഇന്ത്യ നശിച്ചു പോകുന്നതിൽ യാതൊരു താല്പര്യവുമില്ല. ഒരു പക്ഷേ ചൈനയെക്കാളും മുന്നിൽ ഇന്ത്യ പോകരുത് എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഉള്ളതാണ്. അല്ല, പക്ഷെ പ്രഭാകരൻ പലേരി നോക്കൂ, അവർക്ക് പ്രകടമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ഏക രാഷ്ട്രത്തിന്റെ പേര് ചൈന എന്നുള്ളതാണ്. അവർക്ക് ഈ എന്താണ് F-17 നമ്മൾ വെടിവെച്ചിട്ടു എന്ന് കരുതപ്പെടുന്ന F-17 ഘടിപ്പിക്കാനുള്ള ദീർഘദൂര മിസൈൽ കൊടുത്ത രാജ്യത്തിന്റെ പേര് ചൈന എന്നുള്ളതാണ്. പാകിസ്ഥാൻ പറയുന്ന 6 ഇന്ത്യൻ ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്ന വ്യാജം ഏതെങ്കിലും തരത്തിൽ ക്രോസ് ചെക്ക് ഇല്ലാതെ എടുത്തു കൊടുക്കുന്ന അവരുടെ പത്രമാണ്. നോക്കൂ, ഏറ്റവും ഒടുവിൽ വരുന്നത് ചൈനീസ് ആർ സെലിബ്രേറ്റിംഗ് ദ ഡൗണിങ് ഓഫ് 5 ഇന്ത്യൻ എയർക്രാഫ്റ്റ്സ് ഓൺ ദർ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വ്യാജം അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ അവർ ആഘോഷമാക്കുകയാണ്. ചൈനയെ കരുതിയിരിക്കേണ്ട ശ്രീ പ്രഭാകരൻ പലേരി? അത് എത്രമാത്രം ശരിയാണെന്ന് നമുക്ക് അറിയില്ല. എന്റെ അഭിപ്രായത്തിൽ ചൈനയുടെ ഇൻട്രസ്റ്റ് ചൈനയുടെ സ്വന്തം ആവശ്യങ്ങൾ മാത്രമാണ്, അല്ലാണ്ട് പാകിസ്ഥാന്റെ വളർച്ചയല്ല. ഇതിപ്പോ ചൈനയിൽ നിന്നും വരുന്ന വ്യാജ വിവരങ്ങൾ വ്യാജമാണോ അല്ലയോ നമുക്ക് അറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെപ്പറ്റി കാര്യമാക്കി എടുക്കുന്നില്ല. ചൈനയുമായിട്ട് എനിക്ക് ചൈന നമുക്ക് പിന്തുണ തന്നിട്ടില്ല. എങ്ങനെയാണ് പിന്തുണ ചൈന നമുക്ക് തരുക? കാരണം ചൈനക്ക് തരാൻ സാധ്യമല്ല. അതിനനുസരിച്ചിട്ട് ചൈനക്ക് അതിനുള്ള അനുവാദം ഇന്ത്യ കൊടുത്തിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ചൈന പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ അനുവദിക്കില്ല. അത് തന്നെയല്ലേ നമ്മൾ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇറാന് എതിരായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അത് അന്താരാഷ്ട്ര അവസ്ഥകളിൽ ജിയോ സ്ട്രാറ്റജിയിൽ നടക്കുന്ന സംഭവമാണ്. ചൈന നമ്മോട് പറഞ്ഞിട്ടുണ്ടാകും ഞങ്ങൾ അനുവദിക്കില്ല. അത് നമുക്കറിയാം. അതിന് ആർക്കും യാതൊരു വിഷമവുമില്ല. ഉദാഹരണമായി നമ്മുടെ വിദേശകാര്യ മന്ത്രിക്ക് ആകെയുള്ള വിഷമം യൂറോപ്യൻ യൂണിയന്റെ സഹായം അദ്ദേഹം പറയുകയും ചെയ്തു. അവരോടായിരുന്നു, അല്ല ചൈനയോട് നമുക്ക് യാതൊരു വിഷമവും എനിക്ക് തോന്നുന്നില്ല. ചൈന നമുക്കെതിരായിട്ട് ഒരിക്കലും പ്രവർത്തിക്കില്ല. കാരണം പ്രവർത്തിക്കും, നമ്മൾ ചൈനക്കെതിരായിട്ട് പ്രവർത്തിക്കുക. ചൈനയും നമ്മൾ ഒന്നിച്ചാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനടുത്ത ദിവസമല്ലേ ചൈന പറഞ്ഞത് ഡ്രാഗണും ആനയും ടാങ്കോ ചെയ്യണമെന്ന് പറഞ്ഞു ചൈന. അത് വളരെ ശരിയാണ്. ഇന്ത്യയും ചൈനയും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ, അതേസമയം നിൽക്കുകയാണെങ്കിൽ പലതും നമുക്ക് ചെയ്യാൻ പറ്റും. അത് നടന്നേ തീരൂ. അത് ഉദാഹരണമായിട്ട് ഇന്ത്യക്ക് മാത്രമേ ചൈനയെയും റഷ്യയെയും അമേരിക്കയിലും ഒന്നിച്ചു കൊണ്ടുവരാൻ സാധ്യമുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിട്ടാണ് ലോകം മാറി 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 വരുന്നത്. അല്ല കുറച്ചുകൂടി വിശദമായി ജോസൂട്ടി സിയെ, ഇവിടെ മറ്റൊരു രാഷ്ട്രത്തിനും ഈ പറയുന്ന നമ്മൾ വെറുതെ നടത്തിയതല്ല, നമ്മുടെ 26 നിരപരാധികളായ സാധാരണ സിവിലിയൻസിനെ പോയിന്റ് ബ്ലാങ്കിൽ കൊന്നൊടുക്കിയ വേദനയ്ക്ക് നമ്മൾ പ്രതികാരം ചെയ്ത് അതിനുള്ള പൂർണ്ണ അവകാശം നമുക്കുണ്ട് ജോസൂട്ടി സിയെ. അത് റിഗ്രട്ടബിൾ ആണ്, അത് ഖേദകരമാണെന്ന് തോന്നിയ ഏക രാഷ്ട്രത്തിൻ്റെ പേര് ചൈന എന്നുള്ളതാണ്. തുർക്കി പിന്നെ പാകിസ്ഥാൻ്റെ ഒരു അലി പോലെ നിൽക്കുന്ന രാജ്യമാണ്. എത്രത്തോളം സൈനിക കപ്പാസിറ്റി രാജ്യമാണെന്ന് അറിയില്ല. ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രം അതിന് ഖേദകരമായി തോന്നുമെങ്കിൽ അത് ചൈനയ്ക്ക് മാത്രമാണ്. ആ ഖേദം അത്ര നിഷ്കളങ്കമായ ഖേദമാണെന്ന് കരുതാമോ ജോസൂട്ടി സിയെ? ഇല്ല, ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു ബന്ധമാണ്. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷപൂരിതമായിരിക്കണം ആ ബന്ധം എന്നുള്ളത് വളരെ നിർബന്ധമുണ്ട്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഒരിക്കലും സാധാരണഗതിയിൽ ആകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ചൈനയുടെ ഏറ്റവും വലിയ പദ്ധതിയായിട്ടുള്ള ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി
പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ഒരു കാലത്തും സാധാരണഗതിയിൽ ആകരുത് എന്ന് പ്ലാനുള്ള പദ്ധതിയുള്ള ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ സ്വാഭാവികമായും ചൈനയിൽ നിന്ന് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാട്, അവരുടെ ചില പരസ്യ പ്രസ്താവനകളൊക്കെ ഒരു ഉത്തരവാദിത്തമുള്ള രാഷ്ട്രത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നു. ഇന്ന് അവർ പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും അയൽക്കാരാണ്, അവർ രണ്ടുപേരും സമാധാനത്തിൽ ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് പാകിസ്ഥാൻ വാങ്ങുന്ന ആയുധങ്ങളിൽ 80% ചൈനയിൽ നിന്നാണ്. പണ്ട് പാകിസ്ഥാൻ വാങ്ങിയത് അമേരിക്കയിൽ നിന്നാണ്. അപ്പം അങ്ങനെ പാകിസ്ഥാൻ ചൈനയിൽ നിന്നാണ് ആയുധങ്ങൾ വാങ്ങുന്നതെങ്കിൽ അത്തരം ആയുധങ്ങൾ പ്രയോഗിക്കുന്നത് ചിലപ്പോൾ ഇന്ത്യക്കെതിരായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ചൈനയുടെ പ്രസ്താവനകളെ നമ്മൾ വെറുതെ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രത്തിൻ്റെ സമാധാനപരമായിട്ടുള്ള പ്രസ്താവനയായിട്ട് കാണേണ്ട. അതിൽ ഒരുപാട് ചതികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം സമുദ്രങ്ങളെക്കാൾ ആഴമുതലും മലനിരകളേക്കാൾ ഉയർച്ചയുള്ളതും തേനിനേക്കാൾ മധുരിക്കുന്നതുമായ എല്ലാ സീസണിനും എല്ലാ കാലാവസ്ഥയിലുമുള്ള ബന്ധമാണ് എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം എനിക്ക് ചേർത്ത് പറയാൻ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഇന്ന് ലോകം ഒരു പ്രത്യേക രീതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തൊരു സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഇടപെട്ട് പരിഹരിക്കുവാൻ ലോകരാജ്യങ്ങൾക്ക് ഇന്ന് ശേഷിയോ അതിനുള്ളൊരു മനസ്ഥിതിയോ ഇല്ല. ഇന്നിപ്പോൾ അമേരിക്ക തന്നെ, അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് എന്താണ്? ഇതൊരു നാണക്കെട്ട പരിപാടിയാണെന്നാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ തന്ത്രപരമായ പങ്കാളിയാണ് അമേരിക്ക. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രസ്താവനകൾ നമ്മളെ വേദനിപ്പിക്കുന്നതല്ലെങ്കിലും നമുക്ക് പൂർണ്ണമായൊരു പിന്തുണ നൽകുന്നതല്ല. നമുക്ക് ഏറ്റവും നല്ല പിന്തുണ വന്നിരിക്കുന്നത് ഇസ്രായേലിൽ നിന്നാണ്. മറ്റു രാജ്യങ്ങളെല്ലാം ഇവിടെ ഈ ട്രംപ് ഒക്കെ ഈ എന്താണ് അപ്പോൾ ഉള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ ട്രംപ് ആദ്യം പറഞ്ഞ എന്താണ് 1500 വർഷം പഴക്കമുള്ള വർഷമാണെന്ന്. ആരാ? ഇന്ത്യയും കാശ്മീരും അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർഷം. നമ്മുടെ ഈ കാശ്മീർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന കാര്യം അത് 1500 വർഷം പഴക്കമുള്ള ഏത് 1500 എന്തെങ്കിലും ബോധത്തിൽ പറയുന്നതാണോ? പോട്ടെ, ട്രംപ് വന്നതിന് ശേഷം പാകിസ്ഥാന് മില്യൺ കണക്കിന് $300 മില്യൺ സഹായം കൊടുത്തു. എന്തിനാണെന്നറിയാവോ? അവിടുത്തെ പട്ടിണി മാറ്റാനല്ല, അവരുടെ F-16 മെയിൻ്റനൻസിന് കൊടുത്തതാണ്. അപ്പോൾ അമേരിക്കയൊക്കെ നമ്പാവോ ജോസ് കുട്ടിസിയെ? ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തിനാണ് അമേരിക്ക ഇന്ന് ഇന്ത്യയുമായി സൗഹൃദം കൂടുന്നത്? ചൈനയെ നേരിടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തമ്മിൽ ചൈനയുമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് പോകുന്നതിന് അമേരിക്കയ്ക്കും താല്പര്യമില്ല. ഈ ട്രംപിനെ ലോകത്തിൽ ആരെങ്കിലും നമ്പും? ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവ് എന്നുള്ള രീതിയിൽ ആരെങ്കിലും നമ്പുമോ? അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, അദ്ദേഹം എടുത്തിട്ടുള്ള താരിഫ് നയങ്ങൾ ഒക്കെ ലോകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ക്രമമോ സമാധാനമോ സ്ഥിരതയോ നിലനിർത്താൻ പര്യാപ്തമായിട്ടുള്ളതാണോ? അല്ല. അദ്ദേഹം ഇന്ത്യയുടെ ഏറ്റവും വലിയ തന്ത്രപരമായ പങ്കാളിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് പിന്തുണയാണ് അദ്ദേഹം നമുക്ക് ഈ കാര്യത്തിൽ നൽകിയിരിക്കുന്നത്? നിങ്ങളത് സമാധാനപരമായിട്ട് പ്രേരിക്കണം. 1500 വർഷം പഴക്കമുള്ള സംഘർഷം എന്ന് അദ്ദേഹം പറയുന്നത് മുഹമ്മദ് ഗസനിയും ഇസ്ലാമിൻ്റെ ആദിമകാലം കൊണ്ടുള്ള വരവിലെ സംഘർഷങ്ങളെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം തന്നെ ഒരു വർണ്ണവെറിയനാണ്. ലോകത്ത് സമാധാനം തങ്ങൾക്കും തങ്ങളുടെ വർഗത്തിനും മാത്രം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. അത്തരമുള്ളൊരു രാജ്യത്തിൻ്റെ ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നേതാവിനെ നമുക്ക് ആശ്രയിക്കാമെന്ന് പറയുന്നത് ആഗോള രാഷ്ട്രീയത്തിലെ ചില സമവാക്യങ്ങളുടെ ഭാഗമായി നമുക്ക് അമേരിക്കയെ കൂടെ നിർത്താമെന്നല്ലാതെ ഒരു യഥാർത്ഥ സുഹൃത്താണ് എന്ന് അമേരിക്കയെ ഒരിക്കലും കാണാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് അമേരിക്കയോടുള്ള പ്രത്യേക വൈരാഗ്യം കൊണ്ടൊന്നുമല്ല. നമുക്ക് അമേരിക്ക ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന പ്രത്യേക സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ആഴമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അവരുടെ പ്രസ്താവനയിൽ കണ്ടത്. നിങ്ങൾ സമാധാനപരമായിട്ട് ഇത് പരിഹരിക്കണമെന്ന്. ഇവിടെ പാകിസ്ഥാനാണ് ഈ തീവ്രവാദ ആക്രമണം നടത്തിയിരിക്കുന്നതെന്നുള്ളത് ഈ ലോകത്ത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന രാജ്യമാണ് അമേരിക്ക. അവർക്കതിനുള്ള ഇൻ്റലിജൻസ് സംവിധാനമുണ്ട്, അവർക്കതിനുള്ള മറ്റെല്ലാ സന്നാഹങ്ങളും ഉണ്ട്. എന്നിട്ട് എന്തേ അവർക്ക് പാകിസ്ഥാനെ പറഞ്ഞു നിർത്തുവാൻ കഴിഞ്ഞില്ല? കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും എൻ്റെ സുഹൃത്തുക്കൾ എന്നാണ്. കഴിഞ്ഞ 2019 നമ്മുടെ വിമാനം വെടിവെച്ചിട്ട് അതിന് ഉപയോഗിച്ചത് അമേരിക്കയുടെ F-16 ഫൈറ്റർ പ്ലെയിൻസ് ആണ് അവർ ഉപയോഗിച്ചത്. അപ്പം ഇപ്പോഴും അവരൊരു പരിധിവെങ്കിലെങ്കിലും അമേരിക്കയുടെ സൈനിക സഹായം വാങ്ങിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആർക്കാണെങ്കിലും ആ പണം കിട്ടുമെന്നുണ്ടെങ്കിൽ ആയുധങ്ങൾ വിൽക്കും. അദ്ദേഹം ബിസിനസ്മാനാണ്. അത് ട്രംപ് ആയതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, അമേരിക്ക പണ്ടും അങ്ങനെയായിരുന്നു. അപ്പോൾ ലോകത്തുള്ള രാജ്യങ്ങൾ ഇപ്പം റഷ്യ നമ്മളെ സഹായിക്കുമെന്ന് പറയുന്നു. റഷ്യനെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സഹായിക്കുമെന്ന് പറഞ്ഞാണ് അവർ നോക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ സ്വയം രക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട്. നമ്മൾ പാകിസ്ഥാനുമായിട്ട് എത്രയോ യുദ്ധങ്ങൾ നടത്തി, 4 യുദ്ധം നടത്തിയില്ലേ? ഈ യുദ്ധത്തിലൊക്കെ ഇന്ത്യയെ സഹായിക്കാൻ വന്ന ഏത് രാജ്യമാണ്? റഷ്യയാണ് കുറച്ചെങ്കിലും 71 നമ്മളെ സഹായിച്ചിട്ടുള്ളത്. മറ്റെല്ലാ യുദ്ധങ്ങളും നമ്മൾ തന്നെത്താൻ നയിച്ചതാണ്. ഇവർ ഈ യുദ്ധങ്ങൾ അവസരങ്ങളാക്കി ഉപയോഗിച്ചുകൊണ്ട് സഹായിച്ചതെന്ന് മാത്രമല്ല, 7th ഫ്ലീറ്റ് കൊണ്ടിട്ട് ഒരു വിരട്ടി ചരിത്രമുണ്ട്. ഇന്ദിരാഗാന്ധി പോയി പണി നോക്കാൻ പറഞ്ഞെങ്കിലും
സെവൻത് ഫ്ലീറ്റ് കൊണ്ട് വരട്ടി അതൊക്കെ ഉണ്ട്, അതുണ്ട്, പറ്റുമെങ്കിൽ കൂടി 8th ഫ്ലീറ്റ് കൊണ്ടുപോകാം അത് നമുക്ക് എന്ന് പറഞ്ഞ് ആ ഒരു ചരിത്രം കൂടിയുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. അങ്ങനെ ചരിത്രം കൂടിയുണ്ട്. എന്തായാലും ഇന്ത്യ ആസ് എ രാജ്യം ഇത് യുദ്ധമാണെങ്കിലും നമ്മുടെ യുദ്ധമാണ്.